കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വീണ്ടും സജീവമാവുകയാണ്. 15ാം നിയമസഭയുടെ കാലാവധി 2026 മെയ് 23-ന് അവസാനിക്കാനിരിക്കെ സംസ്ഥാനം മറ്റൊരു വിധിയെഴുത്തിനായി തയ്യാറെടുക്കുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നീക്കങ്ങൾ പരിശോധിച്ചാൽ മാർച്ച് പകുതിയോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നാണ് സൂചനകൾ. കേരളത്തോടൊപ്പം തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദേശീയ രാഷ്ട്രീയത്തിലും ഈ പോരാട്ടം അതീവ പ്രാധാന്യമർഹിക്കുന്നു. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങളും പ്രധാന പദ്ധതികളും ഉദ്ഘാടനങ്ങളും പൂർത്തിയായ ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാറുള്ളത്. 2026 സാഹചര്യം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. മാർച്ച് ആദ്യവാരത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും സംഘവും കേരളത്തിൽ സന്ദർശനം നടത്തും. രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. കേരളത്തിൽ ഇത്തവണയും വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടത്താനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. ഏപ്രിൽ 2ാം വാരത്തിലോ അല്ലെങ്കിൽ വിഷുവിന് ശേഷമോ വോട്ടെടുപ്പ് നടന്നേക്കാം. മെയ് പകുതിയോടെ വോട്ടെണ്ണൽ പൂർത്തിയാക്കി പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന രീതിയാണ് ക്രമീകരണങ്ങൾ.